കഥ പറഞ്ഞ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കഥാപ്രസംഗം തീർന്നപ്പോൾ പാതിരാത്രി കഴിഞ്ഞു. മത്സരം തുടങ്ങാനും ഏറെ വൈകി. പെൺകുട്ടികളായിരുന്നു കഥ പറയാനെത്തിയവരിൽ അധികവും. അതാ അവിടെ പോലീസ് ഓഡിറ്റോറിയത്തിലാണ് കഥാപ്രസംഗ മത്സരം. അങ്ങോട്ട് നോക്കൂ. നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. 3 മണിക്ക് തുടങ്ങിയ മത്സരം 6 മണിയായിട്ടും തുടങ്ങിയിട്ടില്ല. നേരം പോകാൻ ഒരു സെൽഫിയൊക്കെ ആകാം. അടികളേറ്റ് വാങ്ങാനുള്ള കിടപ്പാണ്. കണ്ടില്ലേ, മത്സരവേദിക്കടുത്ത് കെട്ടിടത്തിൻ്റെ മുറിയിലും ടെറസിലുമെല്ലാം പ്രാക്ടീസാണ്. സ്കൂൾ കലോത്സവത്തിലെ കഥാപ്രസംഗ വേദിയിൽ പ്രൊഫഷണൽ കാഥികർ കാണുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം ഇതാണ്. കലോത്സവ വേദിയിൽ നന്നായി കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ കഥാപ്രസംഗ കലയ്ക്ക് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവരൊരു യുവജനോത്സവത്തിന് മത്സരിച്ച് ജയിച്ച് മാർക്കിന് വേണ്ടി മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് നന്നായി കഥ പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കാത്തുകാത്തിരുന്ന് ഒടുവിൽ കഥാപ്രസംഗ മത്സരം തുടങ്ങുകയാണ്. കഥാപ്രസംഗത്തിലും അപ്പീലുകൾ ഒരുപാട് കഥകൾ പറഞ്ഞു. മൊത്തം 31 പേർ മത്സരിച്ചു. കലോത്സവവേദി വിട്ടിറങ്ങിയാൽ പിന്നെ ആർക്കും കഥയുമില്ല, പ്രസംഗവുമില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ജനകീയ കലയായിരുന്ന കഥാപ്രസംഗം മരിക്കുന്നു എന്ന വിലാപമാണ് എന്നും കേൾക്കുന്നത്. മരിക്കുന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ കലോത്സവ വേദിയിൽ കഥാപ്രസംഗത്തിന് ഒരു ചെറിയ ജീവനുണ്ട്. ക്യാമറമാൻ സന്തോഷിനൊപ്പം എസ് ലല്ലു, ന്യൂസ് 18.